ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാധികയും വരുണും സുവർണയും അജാസും ഒക്കെ പേടിച്ച് നിൽക്കുക. എന്ത് കാര്യം പറയാനായിരിക്കും മാം? അവരെ ഗീതു നമ്മളെ വിളിപ്പിച്ചിരിക്കുന്നത് അറിയില്ല സുവർണ. എന്തായാലും വരട്ടെ, അപ്പം നമുക്കറിയാമല്ലോ എന്നും രാധിക പറയുകയാണ്. അപ്പോഴേക്കും വിനോദും പ്രിയയും കയറി വരിക. അല്ല, നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നിരിക്കുന്നത്? നിങ്ങളെന്തിനാ ഇപ്പോൾ വന്നത്? അത് പിന്നെ ചേച്ചിയെ ഞങ്ങളെ വിളിച്ചിട്ട് 5:30 എന്തോ മീറ്റിംഗ് ഉണ്ട്, അതിനു വേണ്ടി വരണമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് വന്നത് എന്നും പറയണം. ഓ, അപ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവൾ. ഈ വീട്ടിലെ പ്രധാനപ്പെട്ട എല്ലാവരും ഇവിടെയുണ്ട്. ഇനി ആരും വരില്ലായിരിക്കും. അപ്പം പിന്നെ ഇപ്പം തന്നെ തുടങ്ങുമായിരിക്കും. അവൾ കുറേ നേരമായി എല്ലാവരെയും ഇവിടെ വിളിച്ചു നിർത്തിയിട്ട്. എന്നിട്ടെന്താ, അവൾ ആളെ കളിയാക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനായിട്ട് നടക്കുവാണ്. അപ്പോഴേക്കും ഗീതുവും ഗോവിന്ദും കൂടെ അങ്ങോട്ട് വരിക. ഗീതുവിൻ്റെ ലാപ്ടോപ്പും കെട്ടിപ്പിടിച്ചുള്ള വരവ് കണ്ട് രാധികയും വരുണും ഇന്ന് ടെൻഷനായി. അവരുടെ നെഞ്ച് പടപടാ ഇടിക്കാൻ തുടങ്ങി. ആകെ പേടിച്ച് വിറച്ച് സുവർണയും ഈ സമയം ലാപ്ടോപ്പ് കയ്യിൽ പിടിച്ച് നമ്മുടെ ഗീതു നിൽക്കുന്നത് കണ്ടപ്പോൾ രാധിക, എന്താടി നീ കുറേ നേരമായല്ലോ ഞങ്ങളോട് പറയുന്നത്, എന്തോ തെളിവുകൾ ശേഖരിച്ച് ഞങ്ങൾക്കെതിരെ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നെന്ന്. എന്ത് തെളിവാടി നീ ശേഖരിച്ചത്? അതെ, ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ നിനക്ക് പറയാനുള്ളത് എന്നും രാധിക ചോദിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ എൻ്റെ കഴുത്തിൽ, അതായത് എൻ്റെ ശരീരത്തിൽ ഒരു ബട്ടൺ ക്യാമറ ഉണ്ടായിരുന്നു. ഞാനിവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരോടൊക്കെ സംസാരിച്ചോ അതൊക്കെ അതിൽ സേവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം നിങ്ങളെ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ രാധികാമ്മയോട് ഞാൻ സംസാരിച്ചപ്പോൾ രാധികാമ്മ എന്നോട് പറഞ്ഞ മറുപടി എന്തൊക്കെയാണെന്ന് ഈ ക്യാമറയിൽ ഉറപ്പായിട്ടും സേവ് ആയിട്ടുണ്ട്. അതെന്തായാലും ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ചു തരാം. അത് കേട്ടതും രാധിക ആകെ ടെൻഷനടിച്ച് രാധിക തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ നിൽക്കുമോ. ഈശ്വര, കുഴഞ്ഞല്ലോ. എല്ലാ കാര്യങ്ങളും അവൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒന്നും മനസ്സിലാവാതെ എല്ലാവരും പരസ്പരം നോക്കുവാണ്. ഈ സമയം സുവർണയ്ക്കും ആകെ പേടിയായി. അപ്പോഴേക്കും നമ്മുടെ വരുൺ, ഏട്ടാ ഇവൾക്ക് വട്ട, കുറേ നാളായി ഞങ്ങൾക്കെതിരെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവൾ വരുന്നു. ഇതൊക്കെ സഹിക്കുന്നതിലൊരു പരിധിയുണ്ട് ഏട്ടാ, എത്രയെന്ന് വെച്ച് ഇതൊക്കെ സഹിക്കുന്നത് എന്നൊക്കെ വരുൺ പറയുകയാണ്. അത് കേട്ടതും ഗോവിന്ദ് ഒന്നും മിണ്ടാതെ ഗീതുവിനെ തന്നെ നോക്കുക. അപ്പോൾ സുവർണ, ഗീതു മാം പറയുന്നത് പോലെ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല, ഇതൊക്കെ കള്ളവാ, എനിക്കതിലൊന്നും ഒരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഗീതു ഒന്ന് ചിരിക്കുക. ഞാനെന്താ പറയാൻ പോകുന്നതെന്ന് പോലും അറിയാതെ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇവൾക്ക് പ്രാന്ത, പ്രാന്ത്. ഇവളെ പോലെയുള്ളൊരു പ്രാന്തിയെ ഈ അറയ്ക്കൽ തറവാട്ടിലല്ല, പ്രാന്താശുപത്രിയിലാണ് കൊണ്ടിടേണ്ടത്. ആദ്യം ഇവൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഈ തെളിവുകളൊക്കെ എനിക്ക് നശിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വരുണ ലാപ്ടോപ്പ് ഇങ്ങനെ പൊക്കിയെടുക്കുക. അപ്പോൾ ഗീതു, അയ്യോ അത് എടുക്കണ്ട എന്നും പറയുമ്പോഴേക്കും ഗോവിന്ദ് വരുണിൻ്റെ കയ്യിൽ കയറി തടഞ്ഞു. ആ തടയിലും എല്ലാവരും ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കി. വരുൺ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഗീതു തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ എന്താണെന്ന് എനിക്ക് കാണണം. അതുകൊണ്ട് നീ ഇപ്പോൾ ഈ ലാപ്ടോപ്പിൽ തൊടാനോ അത് നശിപ്പിക്കാനോ പാടില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് അവിടെ തന്നെ വെക്കുക. അപ്പോഴേക്കും വരുണാകെ പേടിച്ച് വിറച്ച് അങ്ങോട്ട് മാറുവാണ്. ഈ സമയം നമ്മുടെ സുവർണയും ആകെ പേടിച്ച് കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം ഗീതു ആ ലാപ്ടോപ്പ് ടി വിയിലേക്ക് കണക്റ്റ് ആക്കാൻ നോക്കുക. എന്നാൽ ഇന്ന് മുതൽ ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയാണ്? അറയ്ക്കൽ തറവാട്ടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും വിശ്വസിച്ചിട്ടില്ല. ഇനി തെളിവ് സഹിതം നിങ്ങളുടെ മുൻപിൽ അത് തെളിയിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എന്തായാലും ഇനി ഈ ടി വിയിൽ കാണാൻ പോകുന്ന രംഗങ്ങൾ ഉറപ്പായിട്ടും എല്ലാവരുടെയും മനസ്സിൽ നിന്നും മായാത്ത രംഗങ്ങളായിരിക്കും. അതുകൊണ്ട് നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആ ലാപ്ടോപ്പ് പതുക്കെ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്യണം. കണക്ട് ചെയ്യുന്ന സമയത്ത് ഗീതു എല്ലാവരും ഒന്ന് നോക്കി. എന്നിട്ട് ഞാൻ പ്ലേ ബട്ടൺ അമർത്തട്ടെ. അപ്പോൾ രാധിക പേടിയോടുകൂടെ മുഷ്ടി ചുരുട്ടി, ദൈവമേ അവളുടെ തെളിവുകൾ നഷ്ടപ്പെടണേ എന്നും പറഞ്ഞിങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗീതു അത് പ്ലേ ചെയ്തപ്പോൾ വന്നത്, അന്തിക്കടപ്പുറത്തോരോലക്കൂടയെടുത്ത് 4 കുട്ടി മുറുക്കി നടക്കണതാരാണ്, ആ പാട്ട്. ഇത് കേട്ടതും രാധികയ്ക്ക് ചിരി വരിക. അപ്പോൾ വരുണും സുവർണയും എല്ലാവരും ചിരിക്കുവാണേ. ചിരിച്ചിട്ട് എല്ലാവരും നോക്കുക. അപ്പോൾ ഗീതുവിനാകെ ടെൻഷനായി. ഈശ്വര, കാണുന്നില്ല, ഇതെവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു എല്ലായിടത്തും ഇങ്ങനെ നോക്കുക. അപ്പോൾ കാണുന്നില്ല. അപ്പോൾ രേഖ അങ്ങോട്ട് വരിക. എന്ത് പറ്റി ഗീതു എന്നും ചോദിക്കണം. ചേച്ചി കാണുന്നില്ല ചേച്ചി, തെളിവുകൾ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. കണ്ണ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൾക്ക് മുഴുവട്ട, ഞങ്ങൾക്കെതിരെയുള്ള ഓരോ തെളിവുകൾ ഉണ്ടാക്കിയിട്ട് ഇവൾ വെറുതെ മനുഷ്യൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുക
എന്തായാലും ഇത്രയും നേരം ഇവള് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് മനസ്സിലായില്ല നിനക്ക്. ഇതിനൊക്കെ ഒരു കാരണമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കേസ് കോടതിയിലെത്തിച്ച് നിങ്ങൾക്ക് ഡിവോഴ്സ് വാങ്ങാം. അതല്ലാതെ മറ്റൊരു വഴിയും ഇവിടെ ഇല്ല. മനസ്സിലായോ കണ്ണ എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടതും ഗീതു, ഇല്ല, ഈ തെളിവുകളെ നശിപ്പിക്കാൻ പറ്റൂ, പക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിലുള്ള തെളിവുകൾ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ആകെ വെപ്രാളം പിടിച്ച് മുകളിലേക്ക് ഓടിപ്പോവുകയാണ്. മുകളിലേക്ക് ഓടിപ്പോയിട്ട് ബാഗ് തുറന്ന് ബാഗിൽ നിന്നും ആ ചെയിൻ എടുത്തതിന് ശേഷം ആ ലോക്കറ്റിൽ നിന്നും മെമ്മറി കാർഡ് ഊരിയെടുത്തു. നീ മതി, നീ മാത്രം മതി ഇന്നത്തെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ. ലാപ്ടോപ്പിലെ തെളിവുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ മെമ്മറിയിൽ സേവ് ആയിട്ടുള്ള തെളിവുകൾ നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാവരെയും കാണിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര സ്പീഡിൽ താഴേക്ക് ഓടിച്ചെല്ലുക. അപ്പോൾ വീണ്ടും വരുണിൻ്റെയും രാധികയുടെയും സുവർണയുടെയും നെഞ്ച് പടപടാന്നടിക്കാൻ തുടങ്ങി. അജാസിന് സന്തോഷമായി. കാരണം അജാസ് വിചാരിച്ചു ആ തെളിവുകളൊക്കെ ഇന്ന് തന്നെ കാണിക്കുമെന്ന്. എന്നാൽ അത് നടന്നില്ല. ആ മെമ്മറി ലാപ്ടോപ്പിലേക്ക് ഇട്ടപ്പോഴത്തേക്കും അതിലും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഗീതു തളർന്നു പോയത് കണ്ട്, എന്താ ഗീതു, എന്തു പറ്റി? ഇതിലുണ്ടായിരുന്നതാ, എല്ലാ തെളിവുകളും ഇതിലുണ്ടായിരുന്നതാ, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. എനിക്കാണെങ്കിൽ അറിയില്ല എന്ത് ചെയ്യണമെന്ന്. വളരെ കഷ്ടപ്പെട്ട് ഞാൻ ശേഖരിച്ച ആ തെളിവുകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണക്കാരാരാണെന്ന് എനിക്കറിയാം, പക്ഷെ വിടില്ല ഞാൻ ഒന്നിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക. ഗീതു, നീ എന്തായാലും മുറി പോയി റെസ്റ്റ് എടുക്ക്. ഇതെന്താ ചേച്ചിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? മനഃപൂർവ്വം എല്ലാവരെയും വിളിച്ചു വരുത്തി ചേച്ചി എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വട്ടാക്കുന്നത്? ചേച്ചിക്ക് സത്യത്തിൽ വട്ട. ഒരു കുടുംബത്തിൽ ജീവിക്കാൻ വന്ന മര്യാദയ്ക്ക് ജീവിക്കണം, അല്ലാതെ ആ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഭ്രാന്താണെന്ന് വരുത്തി തീർക്കരുത്, മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് വിനോദ് വഴക്ക് പറയുക. എല്ലാവരുടെയും വഴക്ക് പറച്ചിൽ കേട്ട് വരുണും അങ്ങോട്ട് വന്നു. കേട്ടില്ലേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൾക്ക് പ്രാന്താണെന്ന്. അന്ന് മുതലേ ഇവൾക്ക് വട്ടാണെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഏട്ടനാ ഇവളെ സ്നേഹത്തോടെ കൂടെ കൊണ്ടു നടന്നത്. ഇപ്പോൾ ഏട്ടന് മനസ്സിലായില്ലേ ഇവൾക്ക് വട്ട് മൂത്ത് അവസാനം ഇവൾ ഞങ്ങളെ കൊല്ലാതിരുന്നാൽ ശരി. ഇതുവരെ ഞങ്ങൾക്കെതിരെയുള്ള ഒരു തെളിവും ഇവളുണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ ഇവളുടെ വെറും നാടകം മാത്രമാണ്. അത് കേട്ടതും ഗീതു, എൻ്റെ കൃഷ്ണ, എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നേ? കണ്ണ, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ടല്ലേ ഇറങ്ങിയത്. എത്ര തെളിവുകളാണ് ഞാൻ ശേഖരിച്ചത്, എന്നിട്ടെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ശേഖരിച്ച തെളിവുകളെല്ലാം നഷ്ടമായല്ലോ കണ്ണ എന്നും പറഞ്ഞ് കരയുക. അപ്പോൾ രാധിക, എവിടെ നീ ഞങ്ങൾക്ക് വേണ്ടി ശേഖരിച്ച തെളിവുകൾ? കണ്ണാ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഇവൾ ഒരു കുന്തോ ശേഖരിച്ചിട്ടില്ല, വെറുതെ ഇവളുടെ നാടകം കളിയാണെന്ന്. എല്ലാവരെയും വിളിച്ചു വരുത്തി വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയ ഇവൾക്ക് മുഴുവട്ട കണ്ണ. അതിന് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ? എന്തായാലും ഇവളെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ആകെ ദേഷ്യപ്പെട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഈ സമയം ഗീതു എഴുന്നേറ്റ് പോകാനൊരുങ്ങുമ്പോഴേക്കും ഇരിക്കടി അവിടെ എന്നും പറയണ ഗോവിന്ദ്. അത് കേട്ടതും ഗീതു അവിടെ ഇരുന്നു ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കി. കുറേ നേരമായി ഞാൻ നീ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുന്നു, പക്ഷേ ഇനി എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. നീ അപമാനിച്ചതേ എൻ്റെ അമ്മയെയും എൻ്റെ അനിയനെയുമാണ്. അതുകൊണ്ട് നീ ഉറപ്പായിട്ടും ഇതിന് ഉത്തരം തന്നിട്ടേ പോകാവൂ. എനിക്കറിഞ്ഞേ പറ്റൂ നീ ഉണ്ടാക്കിയ തെളിവുകൾ എന്തൊക്കെയാണെന്ന്. അതൊക്കെ നീ എന്നെ ഇവിടെ വെച്ച് കാണിച്ചിട്ട് പോയാൽ മതി. എന്താ ഏട്ടാ ഇത്? ഏട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഗീതു ചേച്ചിയോട് ഞാൻ ചോദിക്കാം. എടുത്ത് ചാടി ചേച്ചിയോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഏട്ടനൊന്ന് മാറി നിന്നേ. വാ ചേച്ചി വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് പ്രിയയും രേഖയും കൂടെ മുകളിലേക്ക് പോവുകയാണ്. ഈ സമയം നമ്മുടെ ഗോവിന്ദ് ആകെ സങ്കടപ്പെട്ട് രാധികയെ നോക്കുക. രാധികയാണെങ്കിൽ തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ തലകുനിച്ച് നിൽക്കുന്ന രാധികയുടെ അടുത്തേക്ക് പോയിട്ട്, അമ്മേ, ഇത്രയും നേരം ഗീതു കാണിച്ചു കൂട്ടിയ ഓരോ കോപ്രായങ്ങൾക്കും ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുക. അവൾക്ക് വേണ്ടി അമ്മ ക്ഷമിക്കണം എന്നും പറയുകയാണ്. എങ്ങനെ ക്ഷമിക്കാനാ മോനെ? കേട്ടില്ലേ, ഓരോ ദിവസവും ഞങ്ങൾക്കെതിരെ ഓരോ വാദങ്ങളുമായിട്ട് അവൾ വരിക. ഞങ്ങൾക്ക് ഈ വീട്ടിലൊരു സമാധാനം ഇല്ലല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക അവിടെ അഭിനയിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് അങ്ങ് പോയി കഴിഞ്ഞതും വരുൺ, അമ്മേ, സത്യത്തിൽ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവൾ ബട്ടൺ ക്യാമറ സെറ്റ് ചെയ്ത് നമ്മൾക്കെതിരെയുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ എന്ത് തിരിമറിയാണ് നടന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ ഒരു തിരിമറി ആരോ ചെയ്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എന്തായാലും അതല്ലായിരുന്നെങ്കിലോ എന്നും രാധിക ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ രാധികയെ നോക്കുക. അതല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ അറയ്ക്കൽ വീടിൻ്റെ പുറത്തായിരിക്കും. പടിക്ക് പുറത്ത് പിണ്ടം വയ്ക്കും നമ്മളെ ഗോവിന്ദ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോ. ഇനിയെങ്കിലും ഗീതുവിനോട് സംസാരിക്കുമ്പോൾ ഒന്ന് പേടിച്ചും നോക്കിയും കണ്ടും വേണം സംസാരിക്കാൻ. എടുത്തു ചാടി
ഒരു കാര്യവും തുറന്നു പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? മനസ്സിലായമ്മേ? എനിക്കെല്ലാം മനസ്സിലായി. ഒരു മിനിറ്റ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഗോവിന്ദ് നമ്മുടെ രണ്ടുപേരുടെയും കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിൽ തള്ളിയിട്ടുണ്ടായിരുന്നു. ഗീതുവിന് എന്തോ സംഭവിച്ചു. അവൾ ശേഖരിച്ച തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ. അത് കേട്ടത് സുവർണ, മാം, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണിത്. എന്തായാലും മാം ധൈര്യമായിട്ടിരിക്കെ. ഗീതു എത്രയൊക്കെ തെളിവുകൾ ശേഖരിച്ചാലും അവൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. തോറ്റു പോകത്തേ ഉള്ളൂ. അവൾ തോറ്റുപോകും. മാം കണ്ടോ എന്നൊക്കെ സുവർണ പറയുകയാണ്. സത്യം പറയാലോ, ഞാനും ഇത്രയും നേരം പേടിച്ച് നിന്നത്. എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. അവൾ എന്നോടും കുറേ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. അടിച്ചടിച്ചാണ് ചോദിച്ചത്. പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും അവളുടെ അടി കൊണ്ടതും അവളെല്ലാം തുറന്നു പറയായിരുന്നു. ഞാനെല്ലാം തുറന്നു പറയായിരുന്നു. എന്താ നീ പറഞ്ഞത്? അതൊന്നും മാഡം പേടിക്കണ്ട, നിങ്ങൾക്കെതിരൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുവർണ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം രാധിക ആകെ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുക. ഇനിയും അവൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതുകൊണ്ട് എന്താ അമ്മേ, അവളിപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഡിവോഴ്സിലുള്ള കാര്യങ്ങൾ ഇനി എളുപ്പമാവും? ഒരിക്കലും ഗോവിന്ദേട്ടൻ അവളോട് ക്ഷമിക്കാൻ പോകുന്നില്ല. ഇന്ന് അമ്മയെയും എന്നെയും നിർത്തി അപമാനിച്ചതിന് അവൾക്ക് ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടും. ഗോവിന്ദേട്ടൻ ഇനി ഒരിക്കലും അവളെ സ്നേഹിക്കത്തുമില്ല. അമ്മ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെ തകർന്ന് സങ്കടപ്പെട്ട് ആ മതലിൽ ചാരി ഗീതു കിടന്ന് കരയുക. അപ്പോഴേക്കും രേഖയും പ്രിയ അങ്ങോട്ട് ചെന്നു. സത്യം പറയാലോ ഗീതു, നീ എന്തെങ്കിലും തെളിവ് ശേഖരിച്ചായിരുന്നു ചേച്ചി. ഞാൻ നന്നായിട്ട് തെളിവ് ശേഖരിച്ചതാണ്. ഇവിടെയുള്ളവർ സംസാരിക്കുന്നതും ഇവിടെയുള്ളവരുടെ ലക്ഷ്യം എന്താണെന്നും ഒക്കെ ഞാൻ ശേഖരിച്ചതാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയത് ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. പക്ഷേ എത്രയൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ കണ്ണിൽ ഒന്നുണ്ടല്ലോ, ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവം കൊടുത്തോളും ഇനി അവർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ആകെ തളർന്നിരിക്കുക. അപ്പോൾ പ്രിയ, ചേച്ചിക്കെതിരെ അമ്മ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും. അതായത് ചേച്ചിയും ഗോവിന്ദേട്ടനും തമ്മിൽ പിരിയാൻ വേണ്ടി ഇങ്ങനെയുള്ള ദുഷ്ടത്തരങ്ങൾ. പക്ഷേ എന്ന് കരുതി ഗോവിന്ദേട്ടനെ കൊല്ലാനൊന്നും അമ്മയ്ക്ക് പറ്റില്ല ചേച്ചി. അങ്ങനെ ഒരാളല്ല അമ്മ. മോളെ, നീ നിൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യൂ, അതെനിക്കറിയാം. പക്ഷേ എനിക്കിവിടെ വലുത് എൻ്റെ കണ്ണേട്ടനാ. ആ കണ്ണേട്ടൻ്റെ ജീവന് ഒരാപത്ത് സംഭവിക്കരുതെന്ന് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ തെളിവുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് മോളെ എന്നൊക്കെ പറയുകയാണ്. ചേച്ചി ആയിക്കോട്ടെ, ചേച്ചി ഇപ്പോൾ തെളിവുകൾ ശേഖരിച്ചു. ചേച്ചി എൻ്റെ അമ്മയെക്കുറിച്ചും വരുണേട്ടനെ കുറിച്ചും പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കാം. പക്ഷേ അതിന് തെളിവ് വേണമല്ലോ. ഒരു കോടതിയിൽ നമ്മൾ പോകുകയാണെങ്കിൽ പോലും ആ പ്രതിക്കെതിരെയുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ശിക്ഷ വിധിക്കാൻ പറ്റൂ. അല്ലാതെ വെറുതെ സാക്ഷിമൊഴികളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ, മോളെ, ഞാനെല്ലാം ശേഖരിച്ചതാ, കൃത്യമായിട്ട് ശേഖരിച്ചതാ. വളരെ കഷ്ടപ്പെട്ട് ഞാൻ ശേഖരിച്ച ആ വീഡിയോ ക്ലിപ്പ് എവിടെ പോയിന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതിനിടയിൽ എവിടെ വെച്ച് തിരിമറി നടന്നൊന്നും ഒരു പിടിയില്ല. ആരാ തെളിവുകൾ നശിപ്പിച്ചു എന്നും അറിയില്ല. ഈ വീട്ടിലുള്ളവരല്ല അത് കേട്ടതും. വീട്ടിൽ തന്നെ തെളിവുകൾ നഷ്ടപ്പെടുത്താനും അത് ഉണ്ടാക്കിയെടുക്കാനുമുള്ള ആൾക്കാർ ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഗീതു പറയുന്നതല്ല വിശ്വാസം. എന്തൊക്കെയോ ഗീതു ശേഖരിച്ചു. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഈ വീട്ടിൽ തന്നെ ഉള്ളവരാണ്. അറയ്ക്കൽ തറവാട്ടിൽ ഞാൻ വന്ന അന്ന് മുതൽ കാണാൻ തുടങ്ങിയ ആൾക്കാരല്ലേ. ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം പിന്നീട് ഗീതുവിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഈശ്വര, ഈ സമയം ഭൂമി പിളർന്ന് ഞാൻ താഴേക്ക് പോയെങ്കിലോ എന്ന് ആലോചിക്കുക. അത്രയ്ക്ക് ഞാൻ എല്ലാവരുടെ മുൻപിൽ നാണം കെട്ടുപോയല്ലോ. എന്ത് ചെയ്യും? എല്ലാ തെളിവുകളും ശേഖരിച്ച് ഞാൻ അവരെയൊക്കെ കാണിച്ച് കണ്ണേട്ടന് ഇന്നത്തോടെ എല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കാം. നാളത്തെ വിഷു അടിച്ചു പൊളിച്ച് ആഘോഷിക്കാമെന്നൊക്കെ കരുതിയതാ. എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി ഞാൻ എങ്ങനെ ശേഖരിക്കും? എൻ്റെ മനസ്സ് തകർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇരുന്ന് കരയുക. ഗീതുവിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പ്രിയയും നമ്മുടെ രേഖയും കൂടെ ആശ്വസിപ്പിക്കുകയാണ്. ചേച്ചി ഇങ്ങനെ കരയല്ലേ ഗീതു, മോളെ നീ ഇങ്ങനെ കരയല്ലേ. ഇവിടെ നീ എന്തെങ്കിലുമൊക്കെ തെളിവ് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ളവർ യഥാർത്ഥ വില്ലനും വില്ലത്തികളൊക്കെ ആണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗോവിന്ദേട്ടന് മുൻപിൽ നീ തെളിയിക്കണം. എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ തോറ്റുപോയാൽ എങ്ങനെ ശരിയാവും? തോറ്റു പോകരുത് മോളെ. ഞാൻ നാണം കെട്ടില്ല ചേച്ചി. ഈ വീട്ടിൽ കുറ്റപ്പെടുത്തലും നാണക്കേടും കൊണ്ട് എനിക്കിനി ജീവിക്കാൻ വയ്യ. എന്തിനാടി നീ ഇവിടെ കുറ്റപ്പെടുത്തലുകളും നാണക്കേടും കേട്ട് സഹിച്ചും കടിച്ചും പിടിച്ചും ജീവിക്കുന്നേ? അങ്ങനെയുള്ള നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. എന്നിട്ട് പുറത്തുനിന്ന് അവർക്കുള്ള തെളിവുകൾ ഉണ്ടാക്കുക. അതാവുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും. എന്നെപ്പോലെ ഒന്നും മിണ്ടാതെ ഒന്നിനും മറുപടി കൊടുക്കാതെ മാറി നിൽക്കുന്ന ഒളിച്ചിരിക്കുന്ന മരുമകളാകരുത്. ധൈര്യത്തോടെ എതിർത്ത് നിൽക്കണം.
പോരാടണം. ഇവിടെ ഒരു തെറ്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് തെറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും, അത് ഞാനാണെങ്കിൽ പോലും നീ അവരെ അതൊക്കെ എതിർത്ത് ആ യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരണം ഗീതു. അതിന് നിനക്ക് കഴിയും. ഈ രേഖയച്ചല്ലേ പറയുന്നേ, നിൻ്റെ ചേച്ചിയെ പറയുന്നേ. നീ എന്നെ നിൻ്റെ ചേച്ചിയുടെ സ്ഥാനത്തോ നിൻ്റെ അമ്മയുടെ സ്ഥാനത്തോ കണ്ടോ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നീ ജയിക്കണം. നീ ഉണ്ടാക്കിയ തെളിവുകൾ നീ വീണ്ടും ഉണ്ടാക്കണം. തളരരുത്. അതിന് നീ തളർന്നു പോയാൽ പിന്നെ അതിന് സാധിക്കില്ല. യഥാർത്ഥ കള്ളന്മാരാരാണെങ്കിലും അവരെ കണ്ടെത്തി വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ ഗീതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ ഗീതുവിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുക. അത് കേട്ടതും ഗീതു, ചേച്ചി എന്നോട് ഈ പറഞ്ഞ വാക്കുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ വാക്കുകളിൽ ഞാൻ തോക്കാതിരിക്കാൻ വേണ്ടി ചേച്ചി എന്നെ ആശ്വസിപ്പിക്കുകയാണോ? ഒരിക്കലുമല്ല. നീ ജയിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ തന്നെയാണ് നിന്നോട് പറയുന്നത്. നീ ഉറപ്പായിട്ടും ജയിക്കും മോളെ. നീ എന്തായാലും അത് ചെയ്തിരിക്കണം. നിൻ്റെ ശത്രുക്കളെയല്ല, ഗോവിന്ദേട്ടൻ്റെ ശത്രുക്കൾ ആരാണോ അവരെ നീ നിയമത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതുവിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ടതും ആകെ സങ്കടപ്പെട്ട് ഗീതു ഭയങ്കര കരച്ചില. രേഖയുടെ തോളത്ത് ചാഞ്ഞു കിടന്ന് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ്, ആരും മിസ് ചെയ്യരുത്. നമ്മുടെ ഗീതുവിൻ്റെ കയ്യിലിരുന്ന ലാപ്ടോപ്പിലെ തെളിവുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു? അതെ, രാധികയല്ല, സുവർണയല്ല, അജാസല്ല, വരുണല്ല, അവർക്കാർക്കും അറിയത്ത് പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ അതെവിടെ പോയി? രഹസ്യങ്ങളുടെ ചുരുളഴിയുന്ന എപ്പിസോഡിനായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.